കൃഷ്ണപുരം കൊട്ടാരം തേവാരക്കെട്ട് ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം, ഉറിയടി സമർപ്പണം എന്നിവ 14-ന് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കൃഷ്ണപുരം കൊട്ടാരം തേവാരക്കെട്ട് ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവവും ഉറിയടി സമർപ്പണവും ഞായറാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ഈ വർഷത്തെ പരിപാടികൾ പ്രത്യേകിച്ച് പറയാനും പാൽപ്പായസ പൊങ്കാല ഈ ദിവസം തന്നെ എത്തിച്ചേർന്നു എന്നുള്ള, എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പാൽപ്പായസ പൊങ്കാല ഈ വർഷം ഇതേ ദിവസം വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഭക്തജനങ്ങൾ കാണുന്നു. അതിനുശേഷം ഉറിയടിയാണ്. 7 മണിക്ക് തന്നെ ഉറിയടി ആരംഭിക്കുന്നു. അതിൽ ഭഗവാന് തുലാഭാരം, അന്നദാനം 11-11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അന്നദാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊരു ഘോഷയാത്ര 5 മണിയാകുമ്പോൾ നമ്മൾ പ്രദേശം ചുറ്റി സ്ഥലത്തിൻ്റെ കൃഷ്ണപുരം പുതുവൽ കോളനി വഴി നമ്മൾ കറങ്ങി കൊട്ടാരം ചുറ്റി ജെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വന്ന് കൊട്ടാരം ചുറ്റി മുത്താരമ്മൻകോവിൽ കിഴക്കേ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറവശത്തുകൂടി തെക്കോട്ട് വന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അതായത് ഇതിനോടൊപ്പം തന്നെ ഇതിനകമ്പടി സേവിച്ചുകൊണ്ട് വാദ്യമേളങ്ങളും നിരവധി ഭക്തജനങ്ങളുടെ താലപ്പൊലിയും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഈ വർഷം ഭംഗിയായി നടത്തുന്ന ഈ അഷ്ടമിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണ്. ഏകദേശം 500-600ഓളം കുടങ്ങൾ തയ്യാറാക്കി ഉരുടിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗോപികാ സമിതിയുടെ നേതൃത്വത്തിൽ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹകരണവും ഉണ്ട്. ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് വൈകിട്ട് അഷ്ടമിരോഹിണി ദിവസങ്ങളിൽ ഘോഷയാത്ര വിപുലമായിട്ട് നമ്മുടെ കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പുതുവൽ വഴി ജെ ഹോസ്പിറ്റൽ വഴി കൃഷ്ണപുരം UPS വഴി നമ്മുടെ ഹെൽത്ത് സെൻറ്റർ വരെ കൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് വന്ന് കൃഷ്ണപുരം ക്ഷേത്രത്തിൽ നമ്മുടെ തേവാരക്കെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം പൂമുടകൾ ഉണ്ടാകുന്നതാണ്. എല്ലാ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച രാവിലെ പാൽപ്പായസ പൊങ്കാല 2 വർഷമായി നടന്നു വരികയാണ്. അത് ഇപ്രാവശ്യം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ രോഹിണി നക്ഷത്രത്തിൽ തന്നെയാണ് ഈ മാസത്തെ പൊങ്കാല വന്നിരിക്കുന്നത്. അന്നേ ദിവസം നമ്മൾ രാവിലെ 6:15 തന്നെ, കൃത്യം 6:15 തന്നെ പൊങ്കാല തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം ഉറിയടി, തുലാഭാരം, അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി ഈ വർഷത്തെ അഷ്ടമി മഹോത്സവം കൊണ്ടാടുകയാണ്. ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ അഷ്ടമി രോഹിണി. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണപുരം കൊട്ടാരത്തിനോട് ചേർന്ന് കിടക്കുന്ന കായംകുളം രാജാവിൻ്റെ തേവാരമൂർത്തിയായ ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം ഗണപതി ഹോമത്തിനു ശേഷം 6:30-ന് പാൽപ്പായസ പൊങ്കാല, 7 മണിക്ക് ഭഗവാന് തുലാഭാരം, തുടർന്ന് ഉറിയടി സമർപ്പണം, 11 മണിവരെ വഴിപാടുകൾ തുടരും. ഭാഗവത പാരായണം, തുടർന്ന് കഞ്ഞിവീഴ്ത്ത്, വൈകിട്ട് 5 മണിക്ക് ദേശം ചുറ്റി ഘോഷയാത്ര, 6:45-ന് ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, തുടർന്ന് ദേവികുളങ്ങര അദ്വൈത്മാരാരുടെ സോപാന സംഗീതം, തുടർന്ന് പൂമൂടൽ ചടങ്ങ്, പ്രസാദ വിതരണം എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ പിള്ള, സെക്രട്ടറി ഓമന അനിൽ, ട്രഷറർ കെ ഹരികുമാർ, കൺവീനർ ശ്രീകുമാർ കാറ്റാണിശ്ശേരിൽ, മഹേഷ്, ആർ സുജാമോൾ, വിജി ദിനേശ്, ബിന്ദു മഹേഷ്, ഉഷ ഗോവിന്ദരാജ്, ശാന്ത രഘു, ശ്രീലത വിജയകുമാർ, ഗോവിന്ദരാജ്, ബിനു, സുഭാഷ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ അറിയിച്ചു. CDNet ന്യൂസ്, കൃഷ്ണപുരം.